ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് ബൊക്കാഷി ബക്കറ്റ് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ പലർക്കും സംശയം ഉണ്ടാവും അല്ലേ, എന്താണ് ഈ ബൊക്കാഷി ബക്കറ്റ് എന്ന്. നമുക്ക് വീടുകളിൽ ഉണ്ടാകുന്ന പച്ചക്കറി വേസ്റ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെ വളമാക്കി ഉപയോഗിക്കാം, അപ്പോൾ അതിനെ സഹായിക്കുന്ന ഒരു ബക്കറ്റാണ് ബൊക്കാഷി ബക്കറ്റ്. ഇതിപ്പോൾ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതാണ്, അല്ലാതെയും നമുക്ക് ആമസോണിൽ ഇത് അവൈലബിൾ ആണ്. ആമസോണിൽ 2950 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ ഒരു ബോക്സിനുള്ളിൽ 2 ബക്കറ്റാണ് ഉണ്ടാവുക. ഒരു ബക്കറ്റ് 30 ലിറ്ററിൻ്റെ ബക്കറ്റാണ് നമുക്ക് കിട്ടുന്നത്. അതുകൂടാതെ കമ്പോസ്റ്റ് മേക്കർ പൗഡറും കൂടി ഇതിൻ്റെ ഉള്ളിൽ അവർ വെച്ചിട്ടുണ്ട്. 20 ഗ്രാം ശർക്കരയുടെ ഒരു പാക്കറ്റ് ഉണ്ടായിരിക്കും, പിന്നെ ഒരു ഫിൽറ്റർ. ഇത്രയും സാധനങ്ങളാണ് നമുക്കൊരു ബക്കറ്റിൻ്റെ അകത്ത് അവൈലബിൾ ആയിട്ട് ഉണ്ടാവുക. കമ്പോസ്റ്റ് മേക്കർ പൗഡർ ഒരു 5 പാക്കറ്റാണ് കേട്ടോ ഞങ്ങൾക്ക് കിട്ടിയത്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു മാനുവൽ വരുന്നുണ്ട്, നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ഇതിനകത്ത് ചേർക്കാൻ സാധിക്കും, അതുപോലെ എങ്ങനെയൊക്കെ ഇത് ഉപയോഗിക്കണം അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു മാനുവലും കൂടി ഇതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ബക്കറ്റ് കിട്ടിയാൽ നമ്മൾ ആദ്യം ഇതിന് ചോർച്ചയുണ്ടോ എന്നൊക്കെ ഒന്ന് പരിശോധിക്കണം. അതൊക്കെ ഇതിൻ്റെ മാനുവലിൽ അവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബക്കറ്റിൻ്റെ പകുതി ഭാഗത്തോളം വെള്ളം നിറച്ചതിന് ശേഷം ചോർച്ച ഉണ്ടെങ്കിൽ അതിൻ്റെ ടാപ്പ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിച്ച് അത് നന്നായി ടൈറ്റാക്കി വെക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറയാം. ആദ്യം തന്നെ ബക്കറ്റിൻ്റെ അടിഭാഗത്തായിട്ട് ഫിൽറ്റർ മാറ്റി വെച്ചതിന് ശേഷം ബക്കറ്റിൻ്റെ ഉള്ളിലേക്ക് 20 ഗ്രാം ശർക്കര നമ്മൾ ഇട്ട് കൊടുക്കുക. പ്ലാസ്റ്റിക് ഇടരുത്, പൊട്ടിച്ചതിന് ശേഷം ശർക്കര മാത്രമായിട്ട് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് തന്നിട്ടുള്ള ഫിൽറ്റർ വെക്കുക. എന്നിട്ട് ഒരു ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ സാധാ പേപ്പർ മതി, സാധാരണ പേപ്പർ വെച്ചിട്ട് ആ ഫിൽറ്ററിനൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. ന്യൂസ് പേപ്പറാണ് നല്ലത്. ഏതൊക്കെ തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളുടെ അവശിഷ്ടങ്ങളാണ് നമുക്കിതിലേക്ക് ഇടാൻ സാധിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അവർ മാനുവലിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഖരരൂപത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ മാത്രമേ നമ്മളിതിൽ ഇടാൻ പാടുള്ളൂ. ഇതിലേതൊക്കെയാണ് ഇടാൻ പാടില്ലാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അതായത് പ്ലാസ്റ്റിക്, പേപ്പർ, ഗ്ലാസ്, കറി, സാമ്പാർ പോലെയുള്ള ഒഴിച്ച് കറികളൊന്നും ഇടാൻ പാടില്ല, ചൂടുള്ള സാധനങ്ങളൊന്നും ഇടാൻ പാടില്ല, അതുപോലെ കേട് വന്ന ഭക്ഷണ പദാർത്ഥങ്ങളൊന്നും ഇതിൽ ആഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതിൽ വേസ്റ്റ് നിറഞ്ഞതിന് ശേഷം ബൊക്കാഷി ബക്കറ്റ് നന്നായി അടച്ചു വെക്കണം. ഇത് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കരുത്, അതിൽ അധികമായിട്ട് വായു കടന്നാൽ അതിൻ്റെ മൈക്രോബ്സൊക്കെ നശിച്ചു പോകാൻ കാരണമാവും. അപ്പോൾ എപ്പോഴാണ് നമ്മൾ വേസ്റ്റ് നിക്ഷേപിക്കുന്നത് ആ സമയത്ത് മാത്രമേ ഇത് തുറക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഈ ബക്കറ്റ് എപ്പോഴും അകത്താണ് സൂക്ഷിക്കേണ്ടത്. പുറത്ത് സൂര്യപ്രകാശം അടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മൈക്രോബ്സ് പെട്ടെന്ന് നശിച്ചു പോകുന്നതാണ്. അപ്പോൾ വീടിനകത്ത് എവിടെയെങ്കിലും സേഫായിട്ടുള്ള സ്ഥലത്ത് മാത്രമേ ഇത് വെക്കാൻ പാടുള്ളൂ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വേസ്റ്റ് ഓരോ പ്രാവശ്യം ഇടുമ്പോഴും അതിൻ്റെ കൂടെ കുറച്ച് കമ്പോസ്റ്റ് മേക്കർ പൊടി, നമുക്ക് പാക്കറ്റിൽ കിട്ടുന്ന പൊടി ഉണ്ടല്ലോ, അത് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ ദുർഗന്ധം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം ആഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കൂടുതലിടാം, പിന്നീട് നമ്മൾ വേസ്റ്റിൻ്റെ അളവനുസരിച്ച് കുറച്ച് വിതറി കൊടുത്തിട്ട് വേണം ഇത് ഓരോ പ്രാവശ്യമായിട്ട് വേസ്റ്റ് ഇട്ട് കൊടുക്കാൻ. ഈ വേസ്റ്റ് നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് ബക്കറ്റ് നന്നായി അടച്ചു വെക്കുക, നന്നായിട്ട് അടഞ്ഞൊന്ന് ഉറപ്പ് വരുത്തണം. ഇനി അടുത്ത 15 ദിവസത്തേക്ക് നമ്മൾ ബക്കറ്റ് തുറക്കണ്ട. ഒരു 10 മുതൽ 14 ദിവസം വരെയാണ് ഇത് സെറ്റാവാനുള്ള ടൈം എടുക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ 15 ദിവസത്തേക്ക് നമ്മൾ തുറക്കേണ്ട ആവശ്യമേ വരുന്നില്ല. ഈ സമയത്തിനുള്ളിൽ നമുക്ക് അതിൽ നിന്ന് നമുക്കതിൻ്റെ ബൊക്കാഷി ടീ എന്നാണ് വിളിക്കുന്നത്. നമുക്കതിൻ്റെ ലിക്വിഡ് ടാപ്പ് തുറന്ന് നമുക്ക് ഒരു കുപ്പിയിൽ ശേഖരിക്കാവുന്നതാണ്. അപ്പോൾ 15 ദിവസത്തിന് ശേഷം നമുക്ക് ഇതിൻ്റെ തുറന്ന് നോക്കിയാൽ അതിൻ്റെ മുകളിലുള്ള വെള്ള പാട പോലെ വന്നിട്ടുണ്ടെങ്കിൽ ലിക്വിഡ് മിശ്രിതം റെഡി ആയിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കാനുള്ള സമയമായി. 15 ദിവസത്തിന് ശേഷം ഇതിൽ വേസ്റ്റ് എടുത്ത് മണ്ണിൻ്റെ കൂടെ ചകിരിച്ചോറിൻ്റെ കൂടെ മിക്സ് ആക്കിയിട്ട് 2-3 ആഴ്ച സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് കമ്പോസ്റ്റ് റെഡിയായി. അങ്ങനെ ഇത് നമുക്ക് ചെടികൾക്കും പച്ചക്കറികൾക്കൊക്കെ വളമായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ 15 ദിവസം ഇത് അടച്ച് വെക്കുന്ന സമയത്ത് നമുക്ക് വേസ്റ്റ് ഇടാൻ വേണ്ടി 2ാമത്തെ ബക്കറ്റ് ഉപയോഗിക്കാവുന്നതാണ്. ആ സമയത്തിനുള്ളിൽ ആദ്യത്തെ ബക്കറ്റിലെ വേസ്റ്റ് കമ്പോസ്റ്റ് ആകാൻ പാകത്തിന് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് ബൊക്കാഷി ബക്കറ്റിൻ്റെ ഉപയോഗം. ചാനൽ ഇഷ്ടമായെങ്കിൽ, വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്